ഒരു തീർത്തും രണ്ട് അപരിചിതർ, ഒരു യാത്ര, അതിന് നടക്കുന്ന കുറച്ച് നല്ല സംഭവ വികാസങ്ങളാണ് മാരീസൻ എന്ന സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഫഹദ് ഫാസിലും വടിവേൽ സാറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, ഭയങ്കര യുണീക്കായിരുന്നു, നല്ല രസമായിരുന്നു കണ്ടിരിക്കുക. അങ്ങനെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്. സിനിമയുടെ തുടക്കത്തിൽ ദയാൽ എന്നുള്ള ഒരു കള്ളൻ ഫഹദ് ഫാസിൽ ചെയ്യുന്ന ക്യാരക്ടർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. പുള്ളി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും മോഷണമൊന്നും വിടാനുള്ള പദ്ധതിയില്ല, ചെറിയ ചെറിയ മോഷണമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വടിവേലിൻ്റെ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നു. പുള്ളിക്ക് അൽഷിമേഴ്സാണ്. മകൻ അപ്പോൾ പുള്ളിയെ ചെയിനിൽ കെട്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയെ ഒന്ന് രക്ഷിക്കാൻ പുള്ളി ആവശ്യപ്പെടുന്ന പണം നൽകാമെന്ന് ആവശ്യപ്പെടുന്നു. ആ പണത്തിന് വേണ്ടി പുള്ളി രക്ഷപ്പെടുത്തുന്നു. പക്ഷേ പുള്ളിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. ഈ അൽഷിമേഴ്സ് ആയതുകൊണ്ട് മറവി ഉണ്ടാവും. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഫഹദ് ഫാസിൽ പുള്ളിയുടെ ഒപ്പം ചേരുകയാണ്. ആ ഒരു യാത്രയാണ് സിനിമ സമ്മാനിക്കുന്നത്. ആ യാത്രയ്ക്കിടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും പിന്നീട് നടക്കുന്ന അവിചാരിതമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ തമ്മിലുള്ള ട്രാവലും അവർ തമ്മിലുള്ള ഒരു ബോണ്ടും അവർ തമ്മിൽ അങ്ങനെ ജെല്ലാം. കാരണം പുള്ളി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നീട് പുള്ളിക്ക് തന്നെ ഒരു രണ്ടുപേരും തമ്മിലൊരു ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആദ്യം തന്നെ അറിയാം, വടിവേലിൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഒരു മിസ്റ്റീരിയസ് സൈഡ് പുള്ളിക്ക് ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കാത്തിരിപ്പാണ് നമ്മൾ കാണുന്നവർക്ക് ഉണ്ടാവുക. ആ ഒരു ആകാംക്ഷ കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിൽ നിർത്തിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ആ ഒരു ആകാംക്ഷ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന ഒരു ഫീല് നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നിർത്തുന്ന സമയത്ത് ഇവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് അങ്ങനെ കുറേ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇൻ്റർവെല്ലിൽ നല്ലൊരു പോയിന്റിൽ സെക്കൻഡ് ഹാഫിലോട്ട് ലീഡ് ചെയ്യിക്കുന്ന പോലെ, കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യിക്കുന്ന പോലെ ഫസ്റ്റ് ഹാഫ് നിർത്തുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഫോളോ അപ്പാണ് സിനിമ. എനിക്ക് തോന്നിയത് ഈ സിനിമ നല്ലൊരു കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ ആയിരുന്നു, നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എനിക്കത് പോരായ്മയായിട്ടല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ സ്പീഡാക്കിയതാണെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടെ നന്നായനെ എന്ന് തോന്നി. കാരണം പല സ്ഥലങ്ങളിൽ ഈ സിനിമ ഒന്ന് വലിയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഒരു ലാഗ് ഫീൽ ചെയ്യും. സോ ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഇതിൽ ട്രിം ചെയ്യാനായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷേ സീൻസൊക്കെ കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നി. ട്രിം ചെയ്യണമെന്നല്ല, പക്ഷേ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ ഫാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു എൻഗേജിങ് മൂവി ആയി പോയേനെ. കാരണം പെർഫോമൻസ് വൈസ് വടിവേൽ പുള്ളി മാമന്നനിൽ എങ്ങനെയാണ് അതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഫഹദ് ഫാസിലാണെങ്കിലും ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയവും നല്ല അടിപൊളിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല, സ്പോയിലർ ആവും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നല്ല രീതിയിൽ യുവൻ ശങ്കർ രാജൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം നൈസായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ അതിൻ്റെ ഒരു സീൻ ബൈ സീൻ ട്രാവൽ ചെയ്യുന്ന ഓരോ സമയങ്ങളും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടെ ത്രില്ലിംഗ് മൂഡിലായിട്ടാണ് പോകുന്നത് സിനിമ. ബട്ട് സ്റ്റിൽ ഒരു എൻഗേജിങ്, ഭയങ്കര സീറ്റ് എഡ്ജ് പോലെയല്ല, ഒരു സ്ലോ ബേൺ തന്നെയാണ് സിനിമ. എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ഇമോഷണൽ സൈഡ് ഒക്കെ ആണെങ്കിലും നന്നായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇമോഷണൽ സൈഡ് അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കോമ്പിനേഷൻ സീന് കാണാനാണെങ്കിൽ ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടുപേരും കോമ്പിനേഷൻ മെയിനായിട്ട് അത് കാണാൻ തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ഗുഡ് വാച്ചാണ് മാരിസ് എന്നുള്ള ഈ സിനിമ. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുധീർ ശങ്കറാണ്. പുള്ളിയുടെ ഫസ്റ്റ് മൂവി മലയാളത്തിലായിരുന്നു, വില്ലാളി വീർ എന്നുള്ളത്. അത് എല്ലാവർക്കും ഒരു ഷോക്കിങ് തന്നെയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് ഈ ഒരു സ്ക്രീൻ പ്ലേൻ്റെ കാര്യം എടുത്താലും ചില കാസ്റ്റിങ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും റിവീൽ ചെയ്യാനും സാധിക്കില്ല. ചില കാസ്റ്റിങ്ങിൽ വന്ന ഒരു മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഒരു ഇതായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു നല്ല ഡീസൻറ്റ് വാച്ചാണ് മാരീസൻ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.